ഹലോ എവരിവൺ, വെൽക്കം ടു AK ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ 10th 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി എന്ത്. ആഫ്റ്റർ 10th എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഒരു ഡൗട്ടാണ് ഇനി എന്ത് എന്നുള്ളത്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്ന് പല സ്റ്റുഡൻസിനും ഡൗട്ട് കാണും. സാധാരണയായി എല്ലാവരും പറയുന്നത് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ സയൻസും അതിന് കുറച്ച് താഴെ നിൽക്കുന്നവർ കൊമേഴ്സും മാർക്ക് വളരെ കുറവുള്ളവർ ഹ്യൂമാനിറ്റീസ് എടുക്കും എന്നാണ്. എന്നാൽ ഈ കോൺസെപ്റ്റ് തീർച്ചയായും തെറ്റാണ്. കാരണം ഇതെല്ലാം എടുക്കേണ്ടത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അതായത് ഓരോ കുട്ടികൾക്കും ഒരു പാഷനും ഇഷ്ടങ്ങളും കാണും. അതിനനുസരിച്ചാണ് ഈ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ളവർ ബയോ സയൻസ് എടുക്കുക. അതേപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡ് താല്പര്യമുള്ളവർ ബയോ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ എടുക്കുക. അതായത് മാത്സ് എല്ലാം ഉൾപ്പെടുന്ന സയൻസ്. അതുപോലെ കൊമേഴ്സ് എടുക്കേണ്ടത് ബാങ്കിങ് മേഖലകളിലേക്ക് താല്പര്യമുള്ള സ്റ്റുഡൻസാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കാം. ഇതെല്ലാമാണ് ഒരു ബേസ് എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഓരോ സ്ട്രീമിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തെ സ്ട്രീം സയൻസ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡെല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ സയൻസ് ആണ് എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ സ്ട്രീമും സെലക്ട് ചെയ്യേണ്ടത്. സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പയർലി അത്യാവശ്യം ടഫാണ്, എങ്കിലും പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സയൻസിൽ തന്നെ നിരവധി കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് എന്തെല്ലാം വരുന്നുണ്ട്. ഇത് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലെല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ബയോ സയൻസ് ആണ് എടുക്കേണ്ടത്. അതായത് ബയോളജി ഉൾപ്പെടുന്ന സയൻസ് അല്ല. എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാത്സ് ഉള്ള ബയോ മാത്സ് എടുക്കാവുന്നതാണ്. മാത്സ് ആവശ്യമുള്ള മേഖലകളിലേക്ക് പോകുന്ന കുട്ടികൾ മാത്സ് ഉള്ള സയൻസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയുമാണ്. ഇത് എല്ലാ ടൈപ്പ് സയൻസിലും കാണാൻ സാധിക്കും. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് എന്നിവയെല്ലാം ഓപ്ഷണലാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ബയോ സയൻസും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുമാണ് കോമൺ ആയിട്ട് എല്ലാ സ്കൂളുകളിലും കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ബയോ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ബയോ മാത്സിൽ വരുന്ന സബ്ജക്റ്റുകൾ സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നിവയാണ്. ഇതിൽ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാ സയൻസിലും കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ മാത്സിന് പകരം ഹോം സയൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉൾപ്പെടുന്ന മേഖലകളൊന്നും +2 ശേഷം പഠിക്കാൻ സാധിക്കില്ല. എന്നാൽ മാത്സ് ഉൾപ്പെടെ ഈ ബയോ മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏത് ഫീൽഡ് വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. അടുത്തതായി വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോ മാത്സിൽ ബയോളജിക്ക് പകരമായി കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റ് വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സ്റ്റുഡൻസിന് മെഡിക്കൽ ഫീൽഡ് ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലേക്കും പോകാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന സബ്ജക്റ്റുകൾ ചെക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകളാണ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. ഇതെല്ലാമാണ് സയൻസ് സ്ട്രീമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന സ്ട്രീമുകൾ കൂടി നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്സ് എടുക്കുന്നത് ബാങ്കിങ് മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ്. അതായത് +2 ശേഷം BCom, CA, ACCA, CMA എന്നീ കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് കൂടുതലും +2 കൊമേഴ്സ് സെലക്ട് ചെയ്യുക. നേരത്തെ സയൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്സിലും നിരവധി കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് എന്നിവ മാൻഡറ്ററി ആയും പഠിച്ചിരിക്കണം. പിന്നീട് മാത്തമാറ്റിക്സ്, അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതിൽ CA, ACCA എന്നിവ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിൽ കൂടുതൽ മാത്സ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ബേസ് ഉള്ളത് നല്ലതാണ്. ഇതെല്ലാമാണ് കൊമേഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്തതായി ഹ്യൂമാനിറ്റീസ് നോക്കാം. ഹ്യൂമാനിറ്റീസിൽ കൂടുതലും തിയറി ബേസാണ് വരുന്നത്. അതായത് IAS, IPS എന്നീ മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഹ്യൂമാനിറ്റീസ് ബെറ്റർ ഓപ്ഷനാണ്. ഇനി നമ്മൾക്ക് ഹ്യൂമാനിറ്റീസിൽ വരുന്ന കോമ്പിനേഷനുകൾ നോക്കാം. ഹ്യൂമാനിറ്റീസിൽ വരുന്ന മാൻഡറ്ററി സബ്ജക്റ്റുകൾ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, എക്കണോമിക്സ്, സൈക്കോളജി എന്നിവയാണ് മാൻഡറ്ററി സബ്ജക്റ്റുകളായി വരുന്നത്. അതേപോലെ നിരവധി ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതെല്ലാമാണ് ഈ 3 സ്ട്രീമുകളെ പറ്റിയും പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനുകൾ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലും ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ അലോട്ട്മെൻറ്റുകൾ വയ്ക്കാൻ പാടുകയുള്ളൂ. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.